ഹലോ, ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് കിച്ചണിലാണ്. അപ്പോൾ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ചുടുകയാണ്. അപ്പോൾ അപ്പം ഓരോന്നോരോന്നായിട്ട് കാസറോളിലേക്ക് ചുട്ടെടുക്കുകയാണ്. പിന്നെ കറി, ചായ, അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ഉള്ള ഒരു ചെറിയ പരിപാടി. അപ്പോൾ അത് നല്ല ചൂട്, വളരെ ക്രിസ്പി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള അപ്പമൊക്കെ ചുട്ടതിന് ശേഷം ടേബിളിലേക്ക് എല്ലാം വെച്ചു. അതിന് ശേഷം ഏറ്റവും ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചൂട് ചായ. പിന്നെ ഇന്ന് കഴിക്കാനായിട്ട് പൊട്ടറ്റോ കറിയും വെള്ളയപ്പവുമാണ്. പിന്നെ ആ കറിയിലേക്ക് ഞാൻ മുട്ട, എഗ്ഗും കൂടെ ബോയിൽ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് എല്ലാവർക്കും അപ്പം, സാറായ്ക്കും ഇക്കാക്കുള്ള അപ്പമൊക്കെ കൊടുത്തു. ഇത് എനിക്ക് 2 അപ്പം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ പൊട്ടറ്റോ കറിയും. ഇത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കിഴങ്ങ് കറിയാണേ. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കിഴങ്ങ് കറിയാണ് വെച്ചത്. അപ്പോൾ ഇന്ന് തേങ്ങാപ്പാൽ നന്നായിട്ട് ചേർത്തിട്ട്, പച്ചത്തേങ്ങ അരച്ച് ചേർത്തിട്ടല്ല, തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ കറിയൊക്കെ കുറച്ച് കൂടുതൽ ഒഴിക്കുകയാണ്. അപ്പോൾ നല്ല പതപ്പിച്ച് നല്ല ചൂട് ചായയും. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ അപ്പത്തിന്, ഞാനിങ്ങനെ എല്ലാ ദിവസവും അപ്പത്തിനും അതുപോലെ തന്നെ ദോശയ്ക്കും ഒക്കെ ഇങ്ങനെ വീട്ടിൽ മാവ് അരച്ച് വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ അപ്പം, ദോശ, ഈ വക ഐറ്റംസൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കറി കാര്യങ്ങളുമൊക്കെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ മെയിനായിട്ടുള്ള കൂടുതൽ ദിവസങ്ങളിലും അപ്പം, ദോശ, ഈ വക ഐറ്റംസാണ്. പിന്നെ പുട്ട് ഇവിടെ നന്നായിട്ട് ഇഷ്ടമുള്ളതാണ്. പുട്ട് കറിയും കൂട്ടി കഴിക്കും. അതുപോലെ തന്നെ പുട്ട് പഴത്തിൻ്റെ കൂടെ കഴിക്കും. അങ്ങനെ ഇതേതായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അപ്പോൾ പല രീതിയിലിപ്പം പൊട്ടറ്റോ കറി പല പല രീതിയിലിപ്പം ചേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുട്ടയും കൂടെ പുഴുങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ഇത് ആസ്വദിച്ച് അപ്പവും, ഒരുപാട് സ്പൈസിയൊന്നും അല്ല എങ്കിലും ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡറും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും വെള്ളയപ്പവും പൊട്ടറ്റോ കറിയും ആ മുട്ട പുഴുങ്ങിയതും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിച്ചു. അതിനുശേഷം സാറായ്ക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും അപ്പവും കറിയും കഴിക്കാനായിട്ട് ഒരു ചെറിയ മടി പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒരു ഏത്തപ്പഴം പുഴുങ്ങി കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു 2 ഓറഞ്ച് പൊളിച്ച് പ്ലേറ്റിൽ ഇതുപോലെ വെച്ച് ഞാനും മക്കളും കഴിച്ചു. കുറച്ച് പുളിപ്പുള്ളൊരു ഓറഞ്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ഓറഞ്ച് എന്ന് പറയുന്നത് കുറച്ച് ഉപ്പും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓറഞ്ചും ഞങ്ങൾ കുറച്ചായിട്ട് കഴിച്ചു. അതിനുശേഷം ലഞ്ച് പ്രിപ്പറേഷൻ. ലഞ്ചിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു തട്ടിക്കൂട്ട് ലഞ്ചാണ്. അപ്പോൾ മക്കൾക്ക് ഉച്ചയ്ക്ക് ചോറും കറികളുമാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിന് എടുക്കുന്നത് ചപ്പാത്തിയും നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ലഞ്ചിന് ചോറിന് വേണ്ടി റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി കുറച്ചിരിപ്പുണ്ടായിരുന്നു. അത് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ബീഫ് കറി. അപ്പോൾ എൻ്റെ ലഞ്ച് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ലഞ്ചെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ചോറ് കഴിക്കാറില്ല, തോന്നാറില്ല, എല്ലാ ദിവസവും ചോറുണ്ണാനായിട്ട് തോന്നാറില്ല. അപ്പോൾ ചോറ് ഉണ്ണാൻ തോന്നുന്ന ദിവസങ്ങളിൽ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ചേർത്തിട്ട് ലഞ്ച് കഴിക്കും. അപ്പോൾ ഇന്ന് ചോറായിട്ടൊന്നും കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ ചപ്പാത്തിയും ബീഫ് കറി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണല്ലോ. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ട്, നല്ല സ്പൈസി ആയിട്ട് പച്ചമുളകും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ട് റെഡിയാക്കിയ നല്ല അടിപൊളി ക്യാരറ്റ് മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോയിൽ ഈ ക്യാരറ്റിൻ്റെ സംഭവമൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലഞ്ചിന് കഴിക്കാനായിട്ട് നല്ല 2 ചൂട് ചപ്പാത്തിയും പിന്നെ ഒരു ബൗള് ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയും പിന്നെ അതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് ചിക്കൻ കറിയും കൂടെ എടുത്തിട്ട് ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ചപ്പാത്തിയുടെ കൂടെ ഈ തോരനൊക്കെ ഉണ്ടല്ലോ, തോരൻ അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടി, ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കറികളൊക്കെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ചപ്പാത്തിയുടെ കൂടെ
ഈ ഒരു ക്യാരറ്റ് കറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താണ്, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ബീഫ് കറി എടുത്തുള്ളൂ. അപ്പോൾ ബീഫ് കറി ഫുഡ് കഴിച്ചതിന് ശേഷം മിച്ചം വന്ന് കാര്യം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചപ്പാത്തിയും ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയും കൂട്ടി കഴിക്കാനായിട്ട് എനിക്ക് ഈ ക്യാബേജ് തോരൻ, ക്യാരറ്റ് തോരൻ, ബീട്രൂട്ട് തോരൻ, ഈ വക തോരനൊക്കെ കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ചോറിന് റെഡിയാക്കിയ തോരൻ, മെഴുക്ക് പുരട്ടി ഈ വക ഐറ്റംസൊക്കെ മിച്ചം വരുന്നത് ഞാൻ ചപ്പാത്തിയും കൂട്ടി കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കറികൾ ചപ്പാത്തിയുടെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ബീഫ് കറിയും ചപ്പാത്തിയും എല്ലാം ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ട് ലഞ്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ബീഫ് കറി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിന്നറിന് വേണ്ടിയിട്ട് പൊറോട്ടയുടെ കോമ്പിനേഷനായിട്ട് ബീഫ് വാങ്ങിച്ചതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മസാല കുക്കീസാണ്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ മസാല കുക്കീസ് കഴിച്ചു. അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേനും പ്ലെയിൻ കാരി, എനിക്കിതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. പിന്നെ ആ പാക്കറ്റിൻ്റെ മുകളിൽ കാരി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഇത് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫ്ലേവേർഡ് ആയിട്ടുള്ളതല്ല, സ്പൈസിയോ സ്വീറ്റോ ഒന്നുമല്ല, പ്ലെയിൻ ആയിട്ടുള്ള ഇതാണ്. കാരി എന്നുള്ള പേര് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഞാൻ എന്തൊക്കെയോ പേരിട്ട് വിളിക്കുമായിരുന്നു അതിനെ. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേനും ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേനും ഇതെന്ന് പറയുന്ന കല്ലുമ്മക്കായയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫിനി എനിക്ക് കുറച്ച് കല്ലുമ്മക്കായ തന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുമ്മക്കായയാണ്. അപ്പോൾ ഇത് അവളെന്നോട് പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഇത് റെഡി ടു ഈറ്റ് ആണ്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കുറച്ച് പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കല്ലുമ്മക്കായ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും. അപ്പോൾ ഞാൻ എൻ്റെ കല്ലുമ്മക്കായ എല്ലാം വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു. അതിന് ശേഷം 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ആ ഒരു ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കല്ലുമ്മക്കായയുടെ കൂടെ കുറച്ച് കട്ടൻ ചായ വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ്. ഞാൻ ഇടയ്ക്ക് ഒരെണ്ണമൊക്കെ എടുത്ത് കഴിച്ച് നോക്കി, ഭയങ്കര ടേസ്റ്റ്. ഞാൻ കല്ലുമ്മക്കായ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ കഫ്റ്റീരിയാസിലും എല്ലാ ഈവനിങ് സ്നാക്ക് ടൈമിലൊക്കെ എല്ലായിടത്തും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് ഒരിടത്തൊന്നും കഴിക്കുമ്പോഴത്തേനും ഇത്ര ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഇതെന്ന് പറയുന്നത് ഭയങ്കര ശരിക്കും ഉണ്ടാക്കേണ്ട ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കല്ലുമ്മക്കായ കഴിക്കൽ നമ്മുടെ ഏരിയയിലോട്ടൊക്കെ വളരെ കുറവാണ്. ഞാൻ ഈരാറ്റുപേട്ടയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഏരിയയിലോട്ടൊക്കെ ഈ കല്ലുമ്മക്കായൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വക ഐറ്റംസ് ഒന്നും ഒരുപാട് കഴിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ദുബായിൽ വന്നിട്ട് റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അതൊന്നും ഈ ഒരു ടേസ്റ്റേ അല്ല. ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനൊരു ഗ്ലാസ് കടിഞ്ചായയും അതുപോലെ തന്നെ വളരെ നല്ല വെളിച്ചെണ്ണയിലൊക്കെ പൊരിച്ച് കോരിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ട് ഒരു പ്ലേറ്റ് കല്ലുമ്മക്കായ. ഞാനും സാറായും കൂടെയാണ് ഇത് കഴിച്ചത്. ഇക്കാക്ക് ഈ വക ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ നല്ല ചൂട് കടിഞ്ചായയും കൂട്ടി വളരെ ടേസ്റ്റി ആയിട്ട്, നല്ല ആവശ്യത്തിന് സ്പൈസി ആയിട്ട്, നല്ല ആ മാവുണ്ടല്ലോ, ആ അരിയുടെ മാവെന്നൊക്കെ പറയുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി. എനിക്കിതിൻ്റെ റെസിപ്പി എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഇത് വളരെ ഉണ്ടാക്കൽ കുറവായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റായിട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റി. സാധാരണ കടകളിൽ നിന്നൊക്കെ ഇത്രയും റെഡ് കളർ, ഇത്രയും സ്പൈസി ഒന്നുമല്ല. ചില കടകളിലൊക്കെ വെറുതെ യെല്ലോ കളറിനിരിക്കും, ചിലതിങ്ങനെ വൈറ്റ്, അങ്ങനെ എന്തോ. ഇപ്പം ഓറഞ്ച് കളറിനിരുന്നാലും ഒരു ഫ്ലേവറില്ല, ഒരു രസമില്ലാത്ത രീതിയിലൊക്കെയാണ് ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂട് കടിഞ്ചായയും കൂട്ടിയിട്ട് ഇത് കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് വേറെ ഫുഡിൻ്റെ കൂടെ ഒന്നും എടുക്കാതെ കട്ടൻ ചായയുടെ കൂടെ തന്നെ ഇത് ചേർത്ത് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ ചായ കുടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം
ഡിന്നറിന് ഇത് ഫ്രോസൺ പൊറോട്ടയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു പാക്കറ്റ് പൊറോട്ട നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു. നമുക്ക് ഭയങ്കര ഫേവറേറ്റായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബീഫ് കറിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കടവത്തൂർ റെസ്റ്റോറൻറ്റൊക്കെ തൊട്ടടുത്തുണ്ടെങ്കിലും അവിടുത്തെയൊക്കെ ബീഫ് കറീനേക്കാളും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബീഫ് കറിയാണ് നമ്മുടെ ഷെഫ് കഫേയോ അങ്ങനെ ഏതോ ഒരു റെസ്റ്റോറൻറ്റ്, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അവിടുത്തെ ബീഫ് കറി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരു കറി വാങ്ങിച്ചു. ഇതിന് എന്തോ ബീഫ് നാടൻ ചട്ടിക്കറി എന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ബീഫ് കറി പുറത്തുനിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഇക്കായും സാറായും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് നല്ല ചൂട് പൊറോട്ട, ഇത് ഫ്രോസൺ പൊറോട്ടയാണ്. അതാണ് അടിച്ചതിൻ്റെ ആ ഒരു അടിച്ച് കീറിയ ആ പാടൊന്നും കാണാത്തത്. അപ്പോൾ ഫ്രോസൺ പൊറോട്ട ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത് എടുത്ത് തീർത്തേക്കാം, ഇന്ന് ഡിന്നറിന് ഇത് യൂസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ചൂട് പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് കറിയും. ഈ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ ഇതിൻ്റെ പീസും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല, അത്രയും ടേസ്റ്റിയാണ്. ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ കഴിച്ചതിൽ എനിക്ക് ബീഫ് കറി ഭയങ്കരമായിട്ട്, റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിച്ചതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബീഫ് കറിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഡിന്നറും ആയിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എൻ്റെ ഫുഡ് അടിക്കൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നറും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ടീ ആൻഡ് സ്നാക്കും എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണിത്. കടയുടെ പേരെന്ന് പറയുന്നത് ഷെഫ് കഫേയോ അങ്ങനെ ഏതോ ഒരു റെസ്റ്റോറൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ